everyone, welcome back to Ejuala 2.0. Plus 2 accountancy model exam-ഓടനുബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് journal entries with question answers ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോ പാർട്ടിലെ journal entry പഠിക്കാൻ വേണ്ടി പറയല്ല, ചോദ്യം അതിൻ്റെ journal. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മോഡൽ എക്സാമിന് ശേഷം ഒരു വീക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയതൊന്നും കൂടി നമ്മളൊരു ബാച്ച് ഉണ്ട്, അതായത് ഈ ക്രാഷ് ബാച്ചിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, ഇനി ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മിസ്സിൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 7907664613. നിങ്ങൾ മോഡൽ എക്സാമിന് ശേഷമാണ് എല്ലാവരും പഠിച്ചു തുടങ്ങുക. സോ മോഡൽ എക്സാമിന് ശേഷം പഠിച്ചു തുടങ്ങുമ്പോൾ ഓരോ പാഠങ്ങളൊന്നും ഒന്നും അറിയില്ല എന്നുള്ളവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. എല്ലാ സബ്ജക്റ്റും പിന്നത്തെ ഒരു നെക്സ്റ്റ് ഒരു പ്രയോറിറ്റി എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് 500 രൂപയ്ക്കാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്ന. ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് കടക്കാം. ജേർണൽ എൻട്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഏകദേശം ഒരു 10 മാർക്കിനോളം ജേർണൽ എൻട്രീസ് ചോദിച്ച് കാണുന്നുണ്ട്. 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെയാണ് ജേർണൽ എൻട്രീസ് നമുക്ക് ചോദിക്കുക. അപ്പോൾ അഡ്മിഷന്റെ പാഠത്തിൽ നിന്നും റിട്ടയർമെന്റ് പാഠത്തിലും റീവാലുവേഷൻ റിയലൈസേഷനിലൊക്കെ നമുക്ക് ജേർണൽ എൻട്രീസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യം വയസ്സായിട്ട് ജേർണൽ എൻട്രീസ് നോക്കാം. മിസ് ഇതിലൊരു 12 ചോദ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 12 ചോദ്യം നിങ്ങൾ നോക്കണം. അഭിനവ് ആദർശ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് ചോദിച്ചതാണ്. അഭിനവ് ആദർശ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ ലോസ് റേഷ്യോ ഓഫ് 5:3. അനന്യ അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5 ഷെയർ. ഷീ ബ്രിങ് 20,000 ആസ് ക്യാപിറ്റൽ, 4,000 ആസ് ഗുഡ്വിൽ. ഔട്ട് ഓഫ് ദീസ് ഗുഡ്വിൽ amount withdrawn by old partners, give journal entries. ഇവിടെ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അതുപോലെ തന്നെ പുതിയ പാർട്ട്ണർ ഗുഡ്വില് കൊണ്ടുവന്നു. ഇത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. രണ്ടാമത്തത്, ആ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റല് അതുപോലെ തന്നെ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ആ ഒരു ഗുഡ്വില് വീതിച്ചെടുക്കുകയാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്നു, ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജേർണൽ എൻട്രി. മൂന്നാമതായിട്ട് ഈ ഷെയർ ചെയ്ത ഗുഡ്വിൽ അവർ വിഡ്രോ ചെയ്യുന്നു. 3 ജേർണൽ എൻട്രീസ് വേണം, പക്ഷെ 4 മാർക്കുണ്ട്. 4ാമത്തെ മാർക്ക് എന്തിനാണെന്നറിയോ? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിനാണ്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിനാണ് 4ാമത്തെ മാർക്ക്. ഇനി നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ജേർണൽ എൻട്രിയിലേക്ക് കടക്കുന്നതിന് മുന്നേ സാക്രിഫൈസ് റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക. കാരണം ഈ ഗുഡ്വിൽ വിധിച്ചെടുക്കുന്നത് സാക്രിഫൈസ് റേഷ്യോയിലാണ്. സോ സാക്രിഫൈസ് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കാണുക? സാക്രിഫൈസ് റേഷ്യോ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഓൾഡ് മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ 5:3 ആണ്. ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ന്യൂ റേഷ്യോ ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. സോ ഇവിടെ സാക്രിഫൈസ് റേഷ്യോ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓൾഡ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു സാക്രിഫൈസിങ് റേഷ്യോ എന്ന് നിങ്ങൾ എഴുതി വെച്ചാലും മതി. ഇത് എഴുതിയാലും നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. എന്നിട്ട് ഓൾഡ് റേഷ്യോയിൽ തന്നെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടിട്ട് നമുക്ക് വീതിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ജേർണൽ എൻട്രീസ് ഏതാണ്? നമ്മൾ പറഞ്ഞു 3 ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് വരുന്നത്. 3 ജേർണൽ എൻട്രീസ്. ഫസ്റ്റത്തെ ജേർണൽ എൻട്രി എന്തിനാണ്? ഏറ്റവും ആദ്യത്തെ ജേർണൽ എൻട്രി എന്താ? അയാൾ വരുമ്പോൾ എന്ത് കൊണ്ടുവന്നു? ക്യാപിറ്റലും ഗുഡ്വിലും കൊണ്ടുവന്നു. സോ നമ്മുടെ ജേർണൽ എൻട്രീസ് എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് എക്ട് ടു എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ക്യാഷ് അക്കൗണ്ട് എക്ട് ടു പുതിയ പാർട്ട്ണറുടെ അനന്യാസ് ക്യാപിറ്റൽ, അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ദെൻ ടു പ്രീമിയം ഓർ ഗുഡ്വിൽ അക്കൗണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാട്ടാ, പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ അക്കൗണ്ട്. ഇനി എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പ്രീമിയത്തിൽ അയാൾ കൊണ്ടുവന്ന പ്രീമിയം എമൗണ്ട് 4,000 എഴുതുക. അതുപോലെ അനന്യ കൊണ്ടുവന്ന ക്യാപിറ്റൽ എഴുതുക. എന്നിട്ട് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മൾ ഇതിലെഴുതുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ നരേഷൻ എന്ത് ചെയ്താൽ ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഗുഡ്വിൽ ബ്രോട്ട് ബൈ ന്യൂ പാർട്ട്ണർ. രണ്ടാമത്തെ ചാനലിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് ഷെയർ ചെയ്യണം. ഓൾഡ് പാർട്ട്നേഴ്സ് പ്രീമിയം ഷെയർ ചെയ്തു. സോ എന്താണ്? പ്രീമിയം അക്കൗണ്ട് എക്ട് നമ്മൾ കൊണ്ടുവന്ന പ്രീമിയം അക്കൗണ്ട് എക്ട് 4,000 ടു ഓൾഡ് പാർട്ട്നേഴ്സ് 2 പേരുണ്ട്, അഭിനവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ടു ആദർശ് ക്യാപിറ്റൽ അക്കൗണ്ട്.
അപ്പോൾ 4000 റുപ്പീസ് നമ്മൾ 2 പേർക്കും വിധിച്ചു കൊടുക്കണം. അവരുടെ ഓൾഡ് റേഷ്യോ 5:3 ആണ്. 5:3 നമ്മളിത് വിധിച്ചു കൊടുക്കുക. അപ്പോൾ 4000 × 5/8 ആണ് എമൗണ്ട്. ഒരാളുടെ 2500 വരും. ദെൻ 4000 × 2/8 1500 ഏതാ കേട്ടോ. ഇത് നമ്മുടെ എന്ത് ചെയ്താ ഷെയർഡ് ബൈ ഒന്നാമത്തെ ജേണൽ എൻട്രി, രണ്ടാമത്തെ ജേണൽ എൻട്രി അവർ ഷെയർ ചെയ്തു. മൂന്നാമത്തെ ജേണൽ എൻട്രി അവർ വിഡ്രോ ചെയ്ത ജേണൽ എൻട്രി ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എമൗണ്ട് അവർ വിഡ്രോ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ എൻട്രി വരിക ഓൾഡ് പാർട്ട്നേഴ്സിന് ഡെബിറ്റ് കൊടുക്കുക. അഭിനവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ, അതുപോലെ തന്നെ ആദർശ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ ടു ക്യാഷ്. വിഡ്രോ ചെയ്യുമ്പോൾ ടു ക്യാഷ് ആണ് വരിക കേട്ടോ. ടു ക്യാഷ് 4000 രൂപയായിരുന്നു. 1500, 2500 അവർ വിഡ്രോ ചെയ്തു. കണ്ടോ 3 ജേണൽ എൻട്രി. ഇനി ചിലപ്പോൾ നമുക്ക് എക്സാമിന് വിഡ്രോ ചെയ്യുന്നു വരില്ല. വിഡ്രോ ചെയ്യുന്നു പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 2 എൻട്രി മാത്രം നിങ്ങളോട് എഴുതിയാൽ മതി. ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവന്നതും അവരെ ഷെയർ ചെയ്യുന്നതും. ഇവിടെ നരേഷൻ എഴുതുമ്പോൾ അറ്റ് സാക്രിഫൈസ് റേഷ്യോ എന്ന് എഴുതണം. അത് നിർബന്ധമാണ് കേട്ടോ. സാക്രിഫൈസ് റേഷ്യോയിൽ തന്നെ എഴുതണം. അപ്പോൾ ഈ 3 ജേണൽ എൻട്രി പഠിക്കുക. ഷുവർ ആണ്. 3 മാർക്കിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് Manu, Sonia are partners in a firm, sharing profit in 2:1:1. Sonia retire and the goodwill of the firm valued at 1,20,000. Write journal entry regarding goodwill. ഇവിടെ ഒരേ ഒരു journal entry മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതായത് ഒരാൾ റിട്ടയർ ചെയ്ത് പോവാണ്. സോണിയ എന്ന് പറഞ്ഞ ആള് റിട്ടയർ ചെയ്യാണ്. സോ അങ്ങനെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓൾഡ് റേഷ്യോ 2:1:1 ആണ്. ദെൻ പിന്നീട് നമുക്ക് ന്യൂ റേഷ്യോ, നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ സോണിയ റിട്ടയർ ചെയ്യുമ്പോൾ സോണിയ 3ാമത്തെ ആൾ, അപ്പൊ ന്യൂ റേഷ്യോ എന്തായി 2:1 ആയി അവരുടെ ന്യൂ റേഷ്യോ. ഇനി ഇതൊക്കെ ചോദ്യം എന്താണ്, ഫേമിന്റെ ഗുഡ്വിൽ ആണ് തന്നിരിക്കുന്നത്. ഫേമിന്റെ ഗുഡ്വില് 1,20,000 ആണ്. ഇതിലെ സോണിയയുടെ ഗുഡ്വില് കണ്ടുപിടിക്കാം. സോണിയയുടെ ഗുഡ്വില് കണ്ടുപിടിക്കാൻ ഫേമിന്റെ ഗുഡ്വില് ഇൻറ്റു സോണിയയുടെ ഷെയർ നമ്മൾ ചെയ്യാം. 1,20,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ നമുക്ക് 30,000 കിട്ടും. അപ്പൊ 30,000 നമ്മൾ ആർക്ക് കൊടുക്കണം, സോണിയയ്ക്ക് കൊടുക്കണം. അപ്പൊ ആ ഒരു ജേണൽ എൻട്രി നിങ്ങൾ പഠിക്കുക. റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് ഈ ഗുഡ്വിൽ എമൗണ്ട് കൊടുക്കുന്നത് ആരാണ്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആണ്. റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്നേഴ്സിന് ഗുഡ്വിൽ വിധിച്ചു കൊടുക്കാം. അപ്പൊ അതിൻ്റെ ഒരു ജേണൽ എൻട്രി അറ്റ് ഏത് റേഷ്യോയിലാണെന്നറിയോ, ഗെയിനിങ് റേഷ്യോയിലാണ്. ഇത് ഈ ന്യൂ റേഷ്യോ തന്നെയാണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് എഴുതി വെക്കാം. ഗെയിനിങ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. ഇനി നമ്മുടെ ജേണൽ എൻട്രി ഇത്രയാണ് വരിക. റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർ ആരാണ്, സോണിയാണ്. സോണിയയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുത്ത് ഡെബിറ്റ് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്. അപ്പൊ അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ. അടുത്ത ആള് മനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ. അനൂസ് ആൻഡ് മനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ ടു സോണിയാസ് ക്യാപിറ്റൽ. സോണിയയുടെ ക്യാപിറ്റൽ എത്രയാണ്, 30,000 രൂപയാണ് വേണ്ടത്. ഇനി 30,000 ഇവർ രണ്ടുപേരും ഗെയിനിങ് റേഷ്യോയിലാണ് വിധിച്ചെടുക്കുക. ഇൻറ്റു 2/3. ഒരാൾ 20,000 അടുത്ത ആള് 10,000. നരേഷൻ എഴുതണം. ഗുഡ്വിൽ എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു റിട്ടയർ പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് അറ്റ് ഗെയിനിങ് റേഷ്യോയിലെ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, ഈ ഒരു ഇതൊരു 2 മാർക്കിന്റെ ജേണൽ എൻട്രി ആണ് കേട്ടോ. അതായത് അവളുടെ ഷെയർ എത്രയെന്ന് കണ്ടുപിടിക്കുക, ഒപ്പം അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. ഇങ്ങനെ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ റിയലൈസേഷന്റെ ജേണൽ എൻട്രീസ് ആണ് വേണ്ടത്. അസറ്റ് റിയലൈസ് ചെയ്തു, അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും അല്ലെ. അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും. സോ ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു റിയലൈസേഷൻ. ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു റിയലൈസേഷൻ. അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു റിയലൈസേഷൻ. രണ്ടാമത്തത് ലയബിലിറ്റി പെയ്ഡ് ബൈ അശോക് എ പാർട്ട്ണർ. ലയബിലിറ്റി പേ ചെയ്തത് അശോക് ആണ്. സോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവേണ്ടതായിരുന്നു. സോ എന്താണ് നമ്മുടെ എൻട്രി വരാം, റിയലൈസേഷൻ അക്കൗണ്ട് എറ്റർ ടു ക്യാഷിന് പകരം അശോക്സ് ക്യാപിറ്റൽ. അശോകിന് കൊടുത്തു. എമൗണ്ട് നിങ്ങൾ എഴുതാട്ടാ. ദെൻ റിയലൈസേഷൻ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദി ഫേം ആണ് എക്സ്പെൻസസ് കൊടുത്തത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. സോ റിയലൈസേഷൻ അക്കൗണ്ട് എറ്റർ ടു ക്യാഷ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അടുത്തതാണ്
ഫർണിച്ചർ ടേക്ക് ഓവർ ബൈ സുനിൽ എ പാർട്ട്ണർ. ഫർണിച്ചർ സുനിൽ എന്ന് പറഞ്ഞ ഒരാൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ക്യാഷിന് പകരം നമ്മളത് ഒരു സുനിലിനാണ് കൊടുക്കുക. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ. അല്ലാതെ നമ്മൾ റിയലൈസേഷൻ നടത്തുന്ന സമയത്ത് ക്യാപിറ്റലിന്റെ പേരൊന്നും എഴുതാൻ പാടില്ല. എല്ലാ സ്ഥാനത്തും റിയലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവണം. കണ്ടോ, ഓരോന്നിലും റിയലൈസേഷൻ ഉണ്ടാവണം. ദെൻ നെക്സ്റ്റ് വണ്ണാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ജേണൽ എൻട്രിയിലേക്ക് കിടക്കാം. അടുത്ത ജേണൽ എൻട്രി, നീരജ്, നിമ ആൻഡ് അശ്വിൻ ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ 4:3:2. The goodwill appearing in books of the value 45,000. Nima retire on the date of retirement. Goodwill of the firm valued at 90,000. Neeraj Ashwin decided to share the profit in 3:2 and also not to show goodwill in books of accounts. Give journal entry. ഇവിടെ ഒരുപാട് ഗുഡ്വിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗുഡ്വിൽ കണ്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇതില് രണ്ട് തരം ഗുഡ്വിൽ ഉണ്ട്. ഒരു ഗുഡ്വിൽ നമ്മളിപ്പോൾ ഒരു വട്ടം ചെയ്തതാണ്, അതായത് 90,000 എന്ന് പറയുന്നത് ഫേമിന്റെ ഗുഡ്വിൽ ആണ്. ആ ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റിട്ടയർ ചെയ്ത് പോണ പാർട്ട്ണർക്ക് നമ്മൾ വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരെണ്ണം. രണ്ടാമത്തത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഗുഡ്വിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള എമൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവണം, അത് എല്ലാ പാർട്ട്നേഴ്സിനും വേണ്ടതാണ് എന്നും ഒപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നോട്ട് ടു ഷോ ഗുഡ്വിൽ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് പിന്നീട് അവർക്ക് ആ ഗുഡ്വില് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വേണ്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് തരം ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് തരം ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതിലെ ഫസ്റ്റത്തെ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഗുഡ്വിലാണ്. അതിലുള്ള ജേണൽ എൻട്രി ഏതാ, ഫസ്റ്റത്തെ ഗുഡ്വില്, ഏറ്റവും ആദ്യത്തെ ഗുഡ്വില് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഗുഡ്വിൽ. അതെന്ന് വെച്ചാൽ ആ ഒരു ഗുഡ്വിൽ എല്ലാ പാർട്ട്നേഴ്സിനും ഡെബിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ട. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ളത് 3 പാർട്ട്നേഴ്സിന് ഡെബിറ്റ് ചെയ്ത് ആ ഗുഡ്വിൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എൻട്രി എന്താ വരിക, നീരജ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, നിമാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, അശ്വിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. 3 പാർട്ട്നേഴ്സിന് ഡെബിറ്റ് ചെയ്ത് കൊടുത്തു. 2 എന്ന് പറഞ്ഞിട്ട് ഗുഡ്വില്, കാരണം എന്താ, ഈ ഗുഡ്വില് 3 പേരും വീതിച്ചെടുക്കുകയാണ്. ഈ 45,000 റുപ്പീസ് അത് 3 പേരും അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:3:2 കേട്ടോ വീതിച്ചെടുക്കുക. അപ്പോൾ ഒരാൾക്ക് 20,000 വരും, അടുത്ത ആൾക്ക് 50,000 വരും, പിന്നത്തെ ആൾക്ക് നമുക്ക് 10,000 വരും. ഇത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഗുഡ്വില്. ഓക്കെ. രണ്ടാമത്തത്, ഒരാള് റിട്ടയർ ചെയ്ത് പോവാണ്. അപ്പൊ റിട്ടയർ ചെയ്ത് പോകുമ്പോഴുള്ള ഗുഡ്വിൽ എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത്, 90,000 ആണ്. അത് ഫേമിന്റെ ഗുഡ്വിലാണ്. ആ 90,000 എന്ത് ചെയ്യണം, പോണ ആളാരാണ്, അശ്വിനാണ്. അശ്വിന്റെ ഷെയർ എത്രയാണ്, 2/9 ആണ് അശ്വിന്റെ ഷെയർ. അപ്പൊ അശ്വിന്റെ ഷെയർ മാത്രം നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അശ്വിന്റെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കാം. 2/9 ആണ്. 5:4:3:2 ആണ്. ഓക്കെ, സോറി, നിമ്മയാണ് കേട്ടോ പോകുന്നത്, നിമ്മയാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ 3/9 കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ അയാൾക്ക് കൊടുക്കാനുള്ള കാശ്, രണ്ടാമത്തത് 90,000 ആണ്. അതിൽ 3/9 കണ്ടുപിടിച്ചാൽ നമുക്ക് 30,000 റുപ്പീസ് വരും. ഈ 30,000 റുപ്പീസ് നമ്മൾ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് കൊടുക്കണം. അപ്പൊ 2 തരം ക്യാപിറ്റൽ ഗുഡ്വിൽ ഉണ്ട്. ഒന്നാമത്തെ ഗുഡ്വില് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ്, അത് എല്ലാവർക്കും ഡെബിറ്റ് ചെയ്ത് കൊടുക്കാം. അതോടെ കഴിഞ്ഞു. രണ്ടാമത്തെ ഗുഡ്വിൽ എന്താ, നമ്മളെ പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്കുള്ളത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത സെയിം എൻട്രി, റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറിന് ക്രെഡിറ്റ് കൊടുക്കാം. നിമ്മയാണ്, നിമാസ് ക്യാപിറ്റൽ. നിമയ്ക്ക് 30,000 റുപ്പീസ് നമ്മൾ കൊടുക്കണം. അത് ആരൊക്കെ ചേർന്നിട്ടാ കൊടുക്കുക, നീരജും അതുപോലെ തന്നെ അശ്വിനും ചേർന്നിട്ട് കൊടുക്കും. അത് ഏത് റേഷ്യോയിലാണ് കൊടുക്കുക, അവരുടെ ഗെയിനിങ് റേഷ്യോയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരാൾക്ക് 14,000 വരും, ഒരാൾക്ക് 16,000 വരും. ഇത് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഗെയിനിങ് റേഷ്യോ. ഈ 2 ജേണൽ എൻട്രി ആണ്. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ളത് ഓൾറെഡി ഇങ്ങനെ എഴുതുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, അവർക്ക് ആ ബുക്കിൽ ഞാൻ ഗുഡ്വിൽ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ എഴുതണേ. ഓക്കെ, ഇപ്പൊ 2 തരം ഗുഡ്വില് ഒരു ക്വസ്റ്റ്യനിൽ വന്നാൽ കിട്ടണം. നെക്സ്റ്റ്, Najiba and Sherin Nasser are equal partners. Nasser decided to retire. On the date of retirement, balance sheet shows general reserve of 40,000, P&L debit of 20,000. അപ്പൊ റിസർവ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്,
എല്ലാ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് കൊടുക്കുക. P&L എന്ന് പറയുന്നത് ലോസ് ആണ്, എല്ലാ പാർട്ട്നേഴ്സിനും ഡെബിറ്റ് കൊടുക്കുക. റിട്ടയർമെന്റ് സമയത്ത് ഓൾ പാർട്ട്നേഴ്സിനെ കൊടുക്കണം. അഡ്മിഷന്റെ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിനെ വിധിച്ചു കൊടുത്താൽ മതി. ദേ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. സോ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:1 ആണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം റിസർവിന്റെ എഴുതാം. റിസർവ് വിധിച്ചു കൊടുക്കുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് കൊടുത്തിട്ട് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് എമൗണ്ട്? 14,000. പിന്നെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ആരൊക്കെയാ? 2 നെജീബാസ് ക്യാപിറ്റൽ, 2 ഷെയറിൻസ് ക്യാപിറ്റൽ. എല്ലാ പാർട്ട്നേഴ്സിനും നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. റിട്ടയർമെന്റ് സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിനും എന്ത് കൊടുക്കണം? റിസർവും ലോസും ഷെയർ ചെയ്യണം. അഡ്മിഷന്റെ സമയത്ത് ആർക്ക് മാത്രം കൊടുത്താൽ മതി? ഓൾഡ് പാർട്ട്നേഴ്സിന്, ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈക്വൽ പാർട്ട്ണറാണ്. ഈക്വൽ ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ 3 പേർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 40,000 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1,3,3,3 ആണ് എല്ലാവർക്കും വരിക കേട്ടോ, ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് മാത്രം. ഇനി അടുത്തത് റിസർവിന്റെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സിനും ഡെബിറ്റ് കൊടുക്കാം. അപ്പൊ നെജീബാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. കാരണം നഷ്ടമാണല്ലോ, നഷ്ടം വന്നു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിനെ എന്താണ്? എക്സ്പെൻസസ് ആണ്. സോ അതൊരു ഡെബിറ്റ് സൈഡിലാണ് എഴുതാം. ദെൻ നാസേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ. 2 എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ P&L അക്കൗണ്ട് എത്ര രൂപയാണ്? 20,000 ആണ്. ഇത് 3 പാർട്ട്നേഴ്സ് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. 20,000 ഡിവൈഡഡ് ബൈ 3 ചെയ്താല് 6,666 ആണ് എല്ലാവർക്കും വരിക. ഒരു പോയിന്റ് വേണമെങ്കിൽ ഇടാം കേട്ടോ, ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ജേണൽ എൻട്രി. അതായത് ലോസ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ റിസർവ് ഒക്കെ ആണ് ചെയ്യല് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ABC are partners sharing profit equally. C retire from the firm. On the date of retirement, 56,000 rupees due to him. C was paid rupees 16,000 immediately. Balance was transferred to his loan account. Give journal entry. എന്താണ് ചോദ്യം? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പാർട്ട്നേഴ്സിനെ സി പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എമൗണ്ട് കൊടുക്കാനുണ്ട്. അതിൽ ഒരു ക്യാഷ് നമ്മൾ ക്യാഷ് ആയി കൊടുത്തു. അപ്പൊ ഫസ്റ്റത്തെ പെയ്ഡ് കൊടുത്തു, പെയ്ഡ് 16,000 ക്യാഷ് കൊടുത്തു. എന്താ എൻട്രി വരിക? നമ്മുടെ എൻട്രി വരിക ടു ക്യാഷ്. ആർക്കാണ് ഡെബിറ്റ് കൊടുക്കുന്നത്? നമ്മൾ റിട്ടയറിംഗ് പാർട്ട്ണർക്കാണ് കൊടുക്കുന്നത്. സോ റിട്ടയറിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് നമ്മൾ എമൗണ്ട് ഇതല്ലാട്ടോ നമ്മൾ ജേണൽ എൻട്രി വരിക. നമ്മുടെ ജേണൽ എൻട്രി വരുന്നത് എമൗണ്ട് നമ്മൾ പേ ചെയ്തു. ആർക്കാണ്? നമ്മൾ സീസ് ക്യാപിറ്റലിലേക്ക് നമ്മൾ ആ ക്യാഷ് മാറ്റി. സോ നമ്മുടെ എൻട്രി വരുന്നത് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു സീസ് ക്യാപിറ്റൽ. നമ്മൾ സിക്ക് എമൗണ്ട് കൊടുത്തു. രണ്ടാമത്തെ ജേണൽ എൻട്രി നമുക്ക് വരിക ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റി, ബാലൻസ് എമൗണ്ട്. അപ്പൊ ബാലൻസ് എത്ര രൂപയുണ്ടോ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു സീസ് ലോൺ അക്കൗണ്ടിലേക്ക് ബാക്കിയുള്ള എമൗണ്ട്, അതായത് 50,000 രൂപ 40,000 രൂപ ലോണിലേക്ക് മാറ്റി, 16,000 രൂപ നമ്മൾ അയാളുടെ ക്യാപിറ്റലിലേക്ക് മാറ്റി. ഓക്കെ, ഇങ്ങനെ 2 ജേണൽ എൻട്രി. നെക്സ്റ്റ് വൺ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ആണ്. റീവാലുവേഷൻ ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാവും അറിയോ? നമുക്ക് കുറെ അസറ്റിന്റെ വാല്യൂ റീവാല്യൂ ഡിപ്രീഷിയേറ്റഡ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കണം റീവാലുവേഷൻ ആണ്. ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് റീവാല്യൂഡ് അറ്റ് 7,000 ഫ്രം 8,000. 8,000 നിന്ന് 7,000 രൂപയിലേക്ക് എത്തി. അപ്പൊ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അപ്പൊ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താ വരിക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് നോക്കണം കേട്ടോ. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 1,000. കാരണം ഇവിടെ എമൗണ്ട് എഴുതുന്നുണ്ട്. കാരണം ഇതിൽ ചേഞ്ചസ് എമൗണ്ട് മാത്രം നമ്മൾ എഴുതാൻ പാടുള്ളൂ. ടു സ്റ്റോക്ക് 1,000. റിയലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ടിന്റെ ഇഷ്യൂ വരില്ല. കാരണം ജസ്റ്റ് ആ വാല്യൂ തന്നെ എഴുതിയാൽ മതി. ബിൽഡിംഗ് ഡിപ്രീസിയേറ്റഡ് ബൈ 1,000. 1,000 രൂപ ഡിപ്രീസിയേഷൻ ആയി. എഗെയിൻ നമുക്ക് വാല്യൂ കുറഞ്ഞു. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ. ബിൽഡിങ്ങിന്റെ വാല്യൂ എത്ര കുറഞ്ഞ? 1,000 തന്നെയാണ്. ടു ബിൽഡിംഗ് 1,000.
ഇനി അടുത്ത ജേണൽ എൻട്രി, മൂന്നാമത്തെ ജേണൽ എൻട്രി എന്താ? ലാൻഡ് റീവാല്യൂഡ് 50,000 ഫ്രം 35,000. 35,000 നിന്ന് 50,000 രൂപയായിട്ട് ലാൻഡ് റീവാല്യൂ ചെയ്തു. അപ്പൊ 15,000 രൂപ നമുക്ക് കൂടുതലാണ്. അപ്പൊ നമുക്ക് റീവാലുവേഷന് ക്രെഡിറ്റ് കൊടുത്തിട്ട് ലാൻഡിനെ ഡെബിറ്റ് കൊടുക്കണം. ലാൻഡ് അക്കൗണ്ട് ഡെറ്റർ 15,000 ടു റീവാലുവേഷൻ അക്കൗണ്ട്. 15,000. ഇവിടെ ചേഞ്ചസ് എമൗണ്ടുകൾ നോക്കണം കേട്ടോ. നാലാമത്തത് ക്രെഡിറ്റേഴ്സ് വേർ പേ ഡിസ്കൗണ്ട്. ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കുറഞ്ഞു അല്ലെ. ഡിസ്കൗണ്ട് വെച്ചാൽ നമുക്ക് ഇനി അധികം ക്യാഷ് വേണ്ട. സോ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി കുറയാണ്. ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സിന് ഡെബിറ്റ് കൊടുത്തിട്ട് 2,500 ടു റീവാലുവേഷൻ അക്കൗണ്ട് 2,500. ദെൻ നെക്സ്റ്റ് ഡെപ്റ്റർ ഓവർ വാല്യൂഡ് ബൈ 800. ഈ ഓവർ വാല്യൂഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? കൂടുതലായി കാണിച്ചു. ശരിക്കും അത്ര വാല്യൂ ഇല്ല, 800 രൂപയിൽ കൂടുതലാണ്. അപ്പൊ നമ്മളത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാല് ഡെബിറ്റ്. സോ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 800 ടു റീവാലുവേഷൻ അക്കൗണ്ട് 800. ഇത്രയാണ് റീവാലുവേഷന്റെ ജേണൽ എൻട്രി. അപ്പൊ എല്ലാവരും ഈ ജേണൽ എൻട്രീസ് ഒക്കെ നോക്കുക. റീവാലുവേഷന്റെ ജേണൽ എൻട്രീസ്, റിട്ടയർമെന്റ് ജേണൽ എൻട്രീസ്, റിസർവിന്റെയും ഒരു ലോസ് അക്കൗണ്ടിന്റെയും ജേണൽ എൻട്രീസ്, അതുപോലെ തന്നെ ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ്, റിയലൈസേഷന്റെ ജേണൽ എൻട്രി, ക്യാപിറ്റൽ കൊണ്ടുവന്നത്, ഈ എല്ലാ ജേണൽ എൻട്രീസും നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. എല്ലാവരും എത്രയും വേഗം, ഒരു ജേണൽ എൻട്രി പഠിക്കാത്തവരെ ഈ ജേണൽസ് വേഗം നോക്കാം കേട്ടോ. ദെൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിരുന്നെങ്കിൽ മിസ്സിനൊന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.